മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അലീനയും രേവതിക്കുട്ടിയും സംസാരിച്ച് അവസാനിപ്പിക്കുന്ന സമയത്ത് രേവതിക്കുട്ടി അലീനയോട് പറയുന്നുണ്ടായിരുന്നു, മനുവേട്ടനെ വിളിച്ച് ഇതിലെ സത്യാവസ്ഥയെല്ലാം തന്നെ ഞാൻ അറിഞ്ഞോളാം ചേച്ചി, അതിനുശേഷം മാത്രമേ ചേച്ചി മനുവേട്ടനെ വിളിച്ചാൽ മതിയെന്നൊക്കെ. അപ്പോൾ അലീന, ശരി മോളെ, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെ രേവതിക്കുട്ടി മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവേട്ട, അർച്ചന എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് മനുവേട്ടൻ്റെ വിവാഹാലോചന ഉറപ്പിച്ചു വെച്ചിരുന്നതാണോ എന്ന് മനു അതിശയത്തോടു കൂടി ചോദിക്കുകയാണ്. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എൻ്റെ മോളെ, അങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു എന്ന് പറ. അത് പിന്നെ അലീന ചേച്ചിയുടെ അടുത്ത് മനുവേട്ടൻ്റെ അമ്മ ചെന്നപ്പോൾ പറഞ്ഞതാ. ചേച്ചി കാരനാണ് ഇങ്ങനൊരു വിവാഹാലോചന അവിടെ വെച്ച് നിർത്തിവെച്ചതെന്ന്. ചേച്ചി ഇടയിൽ കയറിയത് കൊണ്ടാണെന്ന് മനുവേട്ടന് കിട്ടേണ്ടിയിരുന്ന സൗഭാഗ്യങ്ങളെല്ലാം തന്നെ നഷ്ടം വന്നു പോയതെന്ന്. മനുവേട്ടൻ അലീന ചേച്ചിയെ കണ്ടതിന് ശേഷം അത്രേ അർച്ചന എന്ന് പറയുന്ന ആ ചേച്ചിയുമായിട്ടുള്ള വിവാഹം വേണ്ടാന്ന് വെച്ചതെന്ന്. എൻ്റെ ദൈവമേ, ഇതുകൊണ്ടൊക്കെയാണോ അപ്പം അലീന എന്നിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? അയ്യോ, അതുകൊണ്ടല്ല മനുവേട്ട. അത് പിന്നെ മനുവേട്ടനെ അറിയാവുന്നതല്ലേ ചേച്ചിയുടെ സ്വഭാവം. ചേച്ചി കമലാൻ്റിക്ക് വിഷമുണ്ടാവുന്ന കാര്യം ആലോചിച്ചിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ മനുവേട്ടനോട് നേരിട്ട് ചേച്ചി തന്നെ ചോദിച്ചേനെ അതൊക്കെ സത്യം തന്നെയാണോ എന്ന്. മോളെ, അങ്ങനെ ഒരു കാര്യം നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് അമ്മ മാത്രമാണ്. അമ്മ അവളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അവളുടെ അമ്മ അവളോടും പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കങ്ങനെ എന്താ പറയുക, ഒരു വിവാഹബന്ധത്തെക്കുറിച്ചൊന്നും ഞങ്ങളുടെ റിലേഷൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതല്ല. നല്ല സൗഹൃദം. അതിന് പുറമെ അവളെ എൻ്റെ ഭാര്യയായിട്ടൊന്നും കാണാൻ എനിക്ക് കഴിയില്ല. ഞാൻ അങ്ങനെ ഒരാളെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരാളെ മാത്രമേ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളൂ. അയാളെ എനിക്ക് നഷ്ടപ്പെടാൻ വയ്യാത്തത് കൊണ്ടാണ് നിൻ്റെ പിന്നാലെയും ഞാൻ വന്നത്, അലീനയോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ട്. നീ ഇന്ന് അലീനയോട് സംസാരിച്ചൂലേ? ഉവ്വ. മനുവേട്ടൻ വന്നു പോയതിന് ശേഷം എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ചേച്ചിയെ വിളിച്ചു. ചേച്ചിയാണപ്പോൾ എന്നോട് പറഞ്ഞത്. ചേച്ചി ഒരു പരാതിയായിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ. മനുവേട്ടന് യോജിക്കുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയെ ആൻറ്റി കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് തന്നെ അവർ മുന്നോട്ട് പോയിക്കോട്ടെ, എന്തിനാ വെറുതെ മനുവേട്ടനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണേന്ന് മാത്രമേ ചേച്ചി പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാനാ ചേച്ചിയോട് പറഞ്ഞ് അതിലൊന്നും സത്യാവസ്ഥ ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ മനുവേട്ടൻ എന്തായാലും എന്നെ കാണാനും ചേച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറഞ്ഞു വരുത്തില്ലല്ലോ എന്ന്. മനുവേട്ട, അങ്ങനെ തന്നെയല്ലേ? ഞാൻ ഈ പറഞ്ഞത് സത്യം തന്നെയാണ്. അർച്ചനയ്ക്ക് അലീനയെക്കുറിച്ച് അറിയാം. അർച്ചന എത്രയോ വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് അലീനയെ വന്ന് കാണണം, സംസാരിക്കണം, എന്നെക്കുറിച്ച് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ. എന്നിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത്? സോറി മനുവേട്ട, പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. എന്തായി എന്നിട്ട് നിന്റെ ചേച്ചിക്ക്? നീ പറയുന്നതൊക്കെ വിശ്വാസമായോ? അതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ചേച്ചി മനുവേട്ടനെ വിളിക്കും, അതെനിക്കറിയാം. എന്ത് പറയാനാ വിളിക്കുന്നത്? ഇനിയും എന്നോട് അവൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടെന്ന് പറയാനോ? അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്ത് പറഞ്ഞിട്ടും അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. പിന്നെ മനുവേട്ടൻ തന്നെ ഇനി പറഞ്ഞ് മനസ്സിലാക്കി നോക്ക്. അല്ലാതിപ്പോൾ ഞാൻ എന്ത് പറയാനാ? എന്തൊക്കെയായാലും നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കണേ, എന്നാലേ എനിക്കും കൂടി ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഓ ആയിക്കോട്ടെ മനുവേട്ട. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ചേച്ചി വിളിക്കുന്നത് നോക്കി മനുവേട്ടൻ വെയിറ്റ് ചെയ്തിരിക്കണ്ട കേട്ടോ. എൻ്റെ ഈ കോള് കട്ടായി കഴിയുമ്പോൾ തന്നെ മനുവേട്ടൻ ചേച്ചി ഒന്ന് വിളിച്ചേക്കണേ. ആയിക്കോട്ടെ, ഞാൻ വിളിച്ചോളാം. ഉറപ്പല്ലേ? ആടി, ഉറപ്പ് തന്നെയാ. ശരി മനുവേട്ട, ഞാനെന്നാ വെച്ചേക്കാണേ. ഇതേ സമയത്ത് ബബിത അലീനയോട് സംസാരിക്കുകയാണ്. ബബിത ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇങ്ങനെ? മനുവേട്ടനെ വിളിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടല്ലേ രേവതിക്കുട്ടി കോള് കട്ട് ചെയ്തത്? മനുവേട്ടനെ ചേച്ചിക്കൊന്ന് വിളിച്ചൂടെ? എന്തിനാ മനുവേട്ടനെ? പാവം, മനുവേട്ടനെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും ചേച്ചിക്ക് കണ്ടൂടെ? ചേച്ചിക്ക് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഒരിക്കലും വിളിക്കരുത്, സംസാരിക്കരുതെന്നൊക്കെ. നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സഹായങ്ങൾ ചെയ്ത ഒരാളുടെ മുഖത്ത് നോക്കി ഇനി ഒരിക്കലും എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് എത്രത്തോളം വിഷമമുണ്ടാവും?
എല്ലാവരുടെ വിഷമങ്ങളും മനസ്സിലാക്കുന്ന ചേച്ചി തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ഇത്തിരി കഷ്ടം തന്നെയാണ് കേട്ടോ. മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ മനുവേട്ടൻ എപ്പോഴത്തേം പോലെ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് സംസാരിക്കുന്നതും എന്താ പ്രശ്നം? അപ്പോഴേക്കും നിങ്ങൾ വിവാഹം കഴിക്കുമോ? അങ്ങനെയല്ല, മനുവേട്ടന് എന്നോട് അങ്ങനെ ഒരു ആഗ്രഹമുള്ളപ്പോൾ വീണ്ടും വീണ്ടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴൊക്കെ ആ ഒരു ഇഷ്ടം വീണ്ടും വന്നാലിപ്പോൾ എന്താ? വന്നോട്ടെ, ചേച്ചിക്കില്ലെന്നല്ലേ ചേച്ചി പറയുന്നേ. പിന്നെ മനുവേട്ടൻ്റെ ഇഷ്ടം മനുവേട്ടൻ്റെ മനസ്സിലിരിക്കുന്നിടത്തോളം കാലം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. ചേച്ചി വെറുതെ കാട് കയറി ഇങ്ങനെ ഒരേന്ന് ചിന്തിക്കുന്നതാ. അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ മനുവിൻ്റെ കോള് അലീനയുടെ ഫോണിലേക്ക് വരികയാണ്. ഇത് കാണുന്ന ബബിതയും അലീനയും പരസ്പരം നോക്കുന്നുണ്ട്. ഉടനെ തന്നെ ബബിത ചാടിക്കയറി ആ കോള് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ബബിതയുടെ കൈക്ക് കയറി അലീന പിടിക്കുകയാണ്. എന്താ ചേച്ചി, മനുവേട്ടൻ ഇങ്ങോട്ടല്ലേ വിളിച്ചത്? മോളെ, ഞാൻ എന്ത് പറയണമെന്നൊന്ന് ആലോചിക്കട്ടെ. ചേച്ചി എപ്പോഴും മനുവേട്ടനോട് എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ടാണോ മനുവേട്ടൻ്റെ കോൾ എടുക്കാറ്? എന്തിനാ ചേച്ചി വെറുതെ ഇങ്ങനെയൊക്കെ? കഷ്ടമുണ്ട് കേട്ടോ, മനുവേട്ടനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് അതല്ലേ പറഞ്ഞത്? എനിക്കും കൃഷ്ണമോൾക്കും രേവതിക്കുട്ടിക്കും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഞാനേ രോഹിത്തേട്ടനെ വിളിച്ച് ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചേച്ചിക്ക് ഇത്തിരി കുറുമ്പ് കൂടിയിട്ടുണ്ടെന്ന്. എന്ത് കുറുമ്പ്? മനുവേട്ടനോട് തന്നെ. ചേച്ചിക്കിപ്പോൾ എല്ലാവരെയും കിട്ടിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന മനുവേട്ടനെ എങ്ങനെയെങ്കിലും തള്ളിക്കളയണം എന്നുള്ള ചിന്തയാണെന്ന്. കണ്ടോ, ദേ സംസാരിച്ച ആ കോൾ എടുക്കാതെ വന്നപ്പോൾ മനുവേട്ടൻ്റെ കോള് കട്ടായി. ഇപ്പം മനുവേട്ടൻ എന്താ വിചാരിക്കുക? ചേച്ചി മനഃപൂർവ്വം എടുക്കാഞ്ഞിട്ടാണെന്നല്ലേ? അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല. അതെന്താ വിചാരിച്ചാൽ ഇപ്പം അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്? ദേ ചേച്ചി വീണ്ടും കോള് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അലീനയുടെ സമ്മതത്തിന് നിൽക്കാതെ കോള് കണക്ട് ചെയ്ത് അലീനയുടെ കയ്യിൽ എന്നെ കൊടുക്കുകയാണ്. ആദ്യം അലീന വാങ്ങിക്കാനായി കൂട്ടാക്കുന്നില്ല. എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും മനു അവിടെ നിന്ന് ഹലോ അലീന അലീന എന്ന് വിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അലീന ആ ഫോൺ ചെവിട്ടിലേക്ക് വെക്കുമ്പോൾ ബബിത അവിടെ കട്ടിലിൽ തന്നെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി പറയുന്നത് കേട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന്. അലീന അപ്പോൾ ബബിതയെ ഇങ്ങനെ കണ്ണ് തുറപ്പിച്ചൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അലീനയോട് ബബിത സംസാരിക്കുന്ന പറഞ്ഞ് കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷനൊക്കെ കാട്ടുകയാണ്. അപ്പോൾ അലീന മനുവേട്ട എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഓ നീ തന്നെയാണല്ലേ കോൾ എടുത്തത് എന്ന് മനുവും പറയുന്നുണ്ട്. അതെ മനുവേട്ട. അപ്പോൾ എന്താ ആദ്യം കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്? അത് പിന്നെ ബബിതയുടെ കയ്യിലായിരുന്നു ഫോൺ. അതെന്താ, അവൾ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു? അല്ല മനുവേട്ടാ, അവൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയതാ. അവളുടെ കൈക്ക് കയറി പിടിച്ചത് ഞാൻ തന്നെയാണ്. എന്തിന്? അത് ഞാൻ മനുവേട്ടൻ എന്ത് ചോദിക്കും, ഞാൻ എന്ത് പറയുന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്നതിന് ആൻസർ കണ്ടെത്തുകയായിരുന്നു. അതല്ല, പിന്നെ എനിക്കറിയാം രേവതിക്കുട്ടി വിളിച്ച് പറഞ്ഞിട്ടാണ് ഇപ്പം മനുവേട്ടൻ ഈ വിളിക്കുന്നതെന്ന്. അതങ്ങനെ തന്നെയാണ്. പക്ഷേ എന്തായിരുന്നു ഇപ്പോൾ എൻ്റെ കോൾ എടുക്കാൻ ഇത്ര താമസം വന്നത്? അത്രയ്ക്ക് അകൽച്ച വന്നു അലീന നിനക്ക് എന്നോട്? മനുവേട്ട അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ്? എന്നെ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കാറ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ വിളിക്കുമ്പോഴത്തേനും ചാടിക്കയറി കോൾ എടുക്കുകയും ഒരുപാട് വിശേഷങ്ങൾ പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന അലീനയ്ക്ക് ഇപ്പോൾ എന്ത് പറ്റി? എൻ്റെ കോള് എടുക്കാൻ പോലും സൗകര്യമില്ലാണ്ടായില്ലേ? അല്ല മനുവേട്ട, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ മനുവേട്ടനെ എന്നെ അറിയാലോ. പപ്പയുടെ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നതിന് ശേഷം ഞാൻ അങ്ങനെ വിളിക്കുകയും സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അച്ഛനെ വിളിച്ചിട്ടാണത്രേ പപ്പ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത്, അതും വല്ലപ്പോഴും. അപ്പോഴും അവിടെ പരസ്പര സ്നേഹമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാൻ മനുവേട്ടൻ്റെ കാര്യത്തിലും കണ്ടിട്ടുള്ളൂ. ഞാൻ വിളിക്കുന്നില്ലെങ്കിലും എന്നെ വിളിക്കുന്നില്ലെങ്കിലും. അലീന പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് ആ സംഭാഷണം അവിടെ കട്ട് ചെയ്യാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതെ പറഞ്ഞോ, എന്നെ വിളിക്കുന്നില്ലെങ്കിലും ഞാൻ വിളിക്കുന്നില്ലെങ്കിലും വിശേഷങ്ങൾ പരസ്പരം അറിയുന്നില്ലെങ്കിലും മനസ്സിൽ സ്നേഹമുണ്ടെന്ന്, അതല്ലേ നീ പറയാൻ വന്നത്? അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. വീണ്ടും മനു ചോദിക്കുന്നുണ്ട്, എന്താ അലീന, കള്ളം പറയാത്ത നിനക്ക് കള്ളം പറയാനും പറ്റുന്നില്ല, സത്യങ്ങൾ വിളിച്ച് പറയാൻ പേടിയുണ്ടല്ലേ?
അതുകൊണ്ടല്ല മനുവേട്ടാ, എന്ത് കാര്യം പറയുമ്പോഴും ഒന്ന് ചിന്തിച്ചിട്ട് പറയുന്നത് നല്ലതാണല്ലോ. മനസ്സിലായി? സ്നേഹം എന്ന് പറയുമ്പോൾ ഇനി ഞാനെങ്ങാനും നിന്നെ പിടിച്ച് കെട്ടിയാലോ എന്ന പേടിയായിരിക്കും. ഈ മനുവേട്ടന് ഇപ്പോഴും ഇത് തന്നെയാണോ സംസാരിക്കാനുള്ളത്? ഞാൻ അതൊന്നും വെച്ചിട്ട് പറഞ്ഞതല്ല മനുവേട്ടാ. മനുവേട്ടൻ അതൊന്നും വിട്ടില്ലേ? മനുവേട്ടൻ അതൊന്നും വിട്ടിട്ടുമില്ല, ഇനിയൊട്ട് വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. അതൊക്കെ തന്നെ ചോദിക്കാനാ നിന്നെ ഈ വിളിച്ചതും. അല്ല, അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ശത്രുപക്ഷത്താണോ മിത്രങ്ങളുടെ കൂട്ടത്തിലാണോ? എനിക്ക് ശത്രുക്കൾ ഇല്ലല്ലോ മനുവേട്ടാ. ഒരിക്കലുമില്ല. ഇല്ല, ഒരിക്കലുമില്ല. ഇനി ഉണ്ടാവോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഇല്ല. അപ്പോ എൻ്റെ അനിയൻ ഹരിയോ? അത് 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 പറയേ. ഹരി നിന്റെ മിത്രമാണോ ശത്രുവാണോ എന്ന്? മിത്രവുമല്ല ശത്രുവുമല്ല. ഞാൻ എപ്പോഴും എന്നോട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല ശത്രുക്കളെയും മിത്രങ്ങളെയും അളക്കുന്നത്. നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യാതിരിക്കുക, നമ്മൾ ആർക്കും സഹായങ്ങൾ ചെയ്തില്ലെങ്കിലും ഒരാളെ ദ്രോഹിക്കാതിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ? അവരെക്കുറിച്ച് ആരെങ്കിലും കുറ്റമൊന്നും പറയത്തില്ല മനുവേട്ടാ. ശത്രുതയുമില്ല, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശത്രുതയുമില്ല, മിത്രമായിട്ട് കൂട്ടത്തുമില്ല. ഓ അങ്ങനെ, ശരി ശരി. എനിക്കെന്തായാലും അതിൽ പരിഭവമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരോ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഇനിയിപ്പോൾ എൻ്റെ കാര്യം ചോദിക്കാലോ. എന്നോട് എങ്ങനെയാ നിനക്ക്? മനുവേട്ടൻ എനിക്ക് മിത്രമാണ്, സുഹൃത്താണ്, വഴികാട്ടിയാണ്. ആ, അതൊക്കെയാണ്. അല്ലാതെ എങ്ങനെയാണെന്ന്? മനുവേട്ടൻ എന്നും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മനുവേട്ട. അത് സത്യം തന്നെയാണ്. പക്ഷെ നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ അതൊരു വിവാഹം കഴിച്ചിട്ട് കൂടെ കൂട്ടണം എന്നൊന്നുമല്ല ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. എന്നും എനിക്കൊരു സഹായിയായിട്ട്, ഒരു സുഹൃത്തായിട്ട്, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് നിന്നെ സുഹൃത്തായിട്ട് ഞാൻ കൂടെ കൂട്ടുന്നതിൽ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുകയും സംസാരിക്കുകയും നീ ഈ പറഞ്ഞ വഴികാട്ടിയായി നിൽക്കാനൊന്നും എനിക്ക് സാധിക്കത്തില്ലല്ലോ. അതില്ല. പക്ഷേ അതൊക്കെ ജീവിതത്തിൻ്റെ ഒരേ ഭാഗങ്ങളല്ലേ. അതൊക്കെ അങ്ങനെ അങ്ങോട്ട് നടന്നു പോകും മനുവേട്ട. അതിലൊന്നും എനിക്ക് പരിഭവമൊന്നുമില്ല. എൻ്റെ പൊന്നലീനെ, എന്തു ചോദിച്ചാലും നിനക്ക് മറുപടി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കറിയേണ്ടത് അതൊന്നുമല്ല, ഇപ്പോഴത്തെ നിൻ്റെ നിലപാടാണ്. എന്നോട് രേവതിക്കുട്ടി പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് എന്തായാലും നീ ഇപ്പോൾ എന്നോട് പറയുന്നു. അതാണ് എനിക്കറിയാനുള്ളത്. മനുവേട്ട, വെറുതെ എന്തിനാന്നാ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. ഒരുപാട് പേരുടെ വെറുപ്പ് സമ്പാദിച്ചിട്ട് ഒരു ജീവിതം തുടങ്ങുമ്പോൾ അതിൽ നിന്ന് നമുക്കൊന്നും നേടാനില്ല മനുവേട്ട. നീ ഈ പറഞ്ഞ ഒരുപാട് പേരുടെ ലിസ്റ്റിൽ നിന്ന് ഒരു 5 ആൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ അലീനെ? എൻ്റെ അമ്മയെ ഒഴിച്ചുള്ള ഒരു 5 പേരെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് മനുവേട്ട. അത് മനുവേട്ടൻ്റെ തെറ്റായ ചിന്താഗതിയാണത്. മനുവേട്ടൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് മനുവേട്ടൻ്റെ അമ്മയ്ക്ക് തന്നെയല്ലേ? മനുവേട്ടനെ പ്രസവിച്ച് മനുവേട്ടനെ ഇത്രയും ആക്കി വളർത്തിയ അമ്മയെ ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ അമ്മയെ ഒഴിവാക്കിയിട്ട് ഒരു 5 പേരെ എന്ന് പറയുമ്പോൾ എനിക്കുത്തരമില്ല. കാരണം ഞാൻ പറയുന്ന ആദ്യത്തെ ആൾ മനുവേട്ടൻ്റെ അമ്മ തന്നെയാണ്. പിന്നെ മനുവേട്ടൻ്റെ അമ്മ തന്നെ പറഞ്ഞു, മനുവേട്ടൻ്റെ അമ്മയ്ക്ക് അവരുടെ കുടുംബക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ മാത്രമുള്ള മഹാത്മ്യമൊന്നും എനിക്കില്ലെന്ന്. അതിലും ഞാൻ മനുവേട്ടൻ്റെ അമ്മയെ തെറ്റ് പറയുന്നില്ല. ആ അമ്മ എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്? അവരുടെ സഹോദരൻ്റെ പെങ്ങളുടെ ഏതോ ഒരു ബന്ധത്തിലുണ്ടായ, തെറ്റായ ബന്ധത്തിലുണ്ടായ മകളാണെന്നോ? അതൊക്കെ ഒരമ്മയ്ക്ക് എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്ന് മനുവേട്ടന് ഇപ്പം മനസ്സിലാവില്ല. മനുവേട്ടൻ ആ അമ്മയുടെ സ്ഥാനത്ത് എത്തുമ്പോഴായിരിക്കും മനുവേട്ടന് മനസ്സിലാവുന്നത്. മനുവേട്ടന് എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട്. അതെന്നും അതേപോലെ തന്നെ നിലനിൽക്കും. പക്ഷേ മനുവേട്ടൻ അതിൽ കൂടുതൽ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. അതല്ല, മറിച്ചൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അത് മനുവേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടന്നോട്ടെ. അതെന്താ അങ്ങനെ ഒരു കാര്യം? മനുവേട്ടൻ്റെ അമ്മയ്ക്ക് എന്നെ പൂർണ്ണമായിട്ടും മൂത്ത മരുമകളായിട്ട്, മനുവേട്ടൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നൊരു നാൾ വരുന്നത് വരെയും മനുവേട്ടൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എങ്കിൽ മനുവേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സംഭവിക്കും. ഓ, ഇത് വലിയൊരു ഔദാര്യമായി പോയല്ലോ അലീന.
എന്തായാലും അങ്ങനെ ഒരു നാൾ വരുമോയെന്ന് ഞാനും ഒന്ന് കാത്തിരിക്കാം. എനിക്ക് എനിക്ക് നീ നീട്ടിത്തന്ന ഒരു ദക്ഷിണയായിട്ട് തന്നെ ഞാൻ അതിനെ കണ്ടോളാം. ഈ മനുവേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? ഇത് കേൾക്കുമ്പോൾ അവരുടെ സംഭാഷണം കേൾക്കാനായിട്ട് ഇരുന്ന ബബിതയ്ക്കും വളരെ സന്തോഷം തോന്നുകയാണ്. ബബിത ആ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അലീനയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട്, മനുവേട്ടാ, ഇപ്പോൾ ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട്. കാരണം ഉള്ളിലുള്ള സ്നേഹം ഇന്നലെ തന്നെ എന്നോട് തുറന്നു പറഞ്ഞതാണേ. ബബിത അത് പറയുമ്പോൾ അലീന അവളെ പതുക്കെ നുള്ളുന്നുണ്ട്. അപ്പോൾ ബബിത, ചേച്ചി വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാറി നിൽക്കുകയാണ്. എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടാ, ചേച്ചിക്ക് മനുവേട്ടന് ഒരുപാട് ഇഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെ കമലാമ്മയെ മാത്രം കുറച്ച് പേടിയുണ്ട്, പിന്നെ കുറച്ച് ബഹുമാനമുണ്ട്, പിന്നെ ഒരമ്മയെ മനസ്സറിഞ്ഞ് വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയൊക്കെയുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പതിയെ 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 പറഞ്ഞ് കമലാമ്മയുടെ മനസ്സൊക്കെ ഒന്ന് മാറ്റിയെടുത്തേക്കാം. അപ്പം തന്നെ ഇവിടുത്തെ ഒരാൾ ഓക്കെയാന്നേ. നിങ്ങളൊന്നും ചിന്തിക്കുന്ന പോലെ ഒന്നല്ല ഇവിടെ ഒരാൾ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. മനു അപ്പോൾ ബബിതയോട് പറയാണ്, ഇതിപ്പോൾ നിങ്ങളാരും പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാന്നേ അവളുടെ മനസ്സ്. അവൾ ചുമ്മാ നാടകം കളിക്കുന്നതല്ലേ. ബബിത ഫോൺ തിരിച്ച് അലീനയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം ബബിത പറയാണ്, ഇനിയിപ്പോൾ സ്വർഗത്തിലെ കട്ടറുമ്പായിട്ട് ഞാനിവിടെ നിൽക്കുന്നില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ എങ്ങടാണ് പോകുന്നതെന്ന് ഒന്നറിയണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബബിത പുറത്തേക്ക് പോവാണ്. അലീനയ്ക്ക് പിന്നെ എന്ത് പറയണമെന്നറിയാതെ മിണ്ടാതെ നിൽക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല കേട്ടോ അലീന. നിൻ്റെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ പിന്നെ അമ്മ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മയോട് പറഞ്ഞതും നിനക്ക് ഒരു തെറ്റായ രീതിയിലായിരുന്നു. എന്നോട് നീ സംസാരിച്ചത് അങ്ങനെ തന്നെയാണ്. നിന്നെ ഈ അമ്മയോട് അപ്പം തോന്നിയ വാശിപ്പുറത്ത് പറഞ്ഞതായിരിക്കാം. പക്ഷെ നിനക്ക് എന്നോട് അതൊക്കെ വിളിച്ച് പറയാനുള്ള അവകാശം മുന്നേ ഞാൻ നിനക്ക് തന്നിട്ടുള്ളതാണ്. പക്ഷേ നിന്നെ ഞാൻ വിളിച്ചപ്പോൾ നീ എന്നോട് നടന്ന കാര്യങ്ങളൊന്നും തന്നെ പറയാതെ, മനുവേട്ടൻ എന്നെ വിളിക്കരുത്, സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെയാണ് നീ പറഞ്ഞിട്ട് പോയത്. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നീ ചിന്തിച്ചു നോക്കിയോ അലീന? അലീന ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ മനു വീണ്ടും വിളിക്കുന്നുണ്ട്, അലീന, ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ് കേട്ടോ. നീ പറഞ്ഞതുപോലെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ നിന്നെ വിവാഹം കഴിക്കാൻ. എന്താ പോരെ എന്ന് ചോദിക്കുമ്പോഴും അലീന ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും മനു ചോദിക്കുന്നുണ്ട്, അലീന, നിന്നോടാണ് ഞാൻ ചോദിക്കുന്നതെന്ന്. അലീന പറയുന്നുണ്ട്, മനുവേട്ട, ഇതിനൊക്കെ എന്ത് മറുപടി പറയണമെന്ന് പോലും എനിക്കറിയില്ല. ഈശ്വരൻ എന്താണോ വിധിച്ചിട്ടുള്ളത് അതുപോലെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം. ആയിക്കോട്ടെ, നിൻ്റെ ഈശ്വരൻ നിന്നെ എനിക്ക് വിധിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ നടന്നോളൂ അല്ലേ? എന്തായാലും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, നിൻ്റെ വർക്കൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനു കോള് കട്ട് ചെയ്യാണ്. മനു കോള് കട്ട് ചെയ്യാൻ നേരത്ത് അലീന ഒരിക്കൽ കൂടി വിളിക്കുന്നുണ്ട്, മനുവേട്ട, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. എന്താ അലീന, പറഞ്ഞോ. മനുവേട്ടൻ എൻ്റെ കാര്യം പറഞ്ഞ് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഒരിക്കൽ കൂടി കമലാൻ്റി ഇവിടേക്ക് വരാനൊരിട മനുവേട്ടനായിട്ട് വെക്കരുത്. അതെല്ലാവർക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്ന പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാതെ തന്നെ ഈ രണ്ട് വീട്ടിലും നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വീണ്ടും വീണ്ടും മനുവേട്ടനും കൂടി എൻ്റെ പേര് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. സോറി അലീന, ഇല്ല, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ഇനി കാര്യത്തോടടുക്കുമ്പോൾ തന്നെ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്താ പോരെ? ഇത് മനുവിൻ്റെ വാക്കാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മനു കോള് കട്ട് ചെയ്യാണ്. അലീനയ്ക്കും കുറച്ചൊരു സമാധാനം തോന്നുന്നുണ്ട്. മനസ്സിലുണ്ടായ ഒരു വിങ്ങലൊക്കെ ഒന്ന് മാറിക്കിട്ടിയതുപോലെ. എങ്കിലും കമലയെക്കുറിച്ച് ഓർക്കുമ്പോൾ അലീനയുടെ മനസ്സിൽ വല്ലാത്ത വേദനയും തോന്നുന്നുണ്ട്. മറ്റൊരു എപ്പിസോഡുമായി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.